ഇന്ന് നമ്മൾ കൊല്ലത്ത് നിന്ന് അങ്ങ് തിരുവനന്തപുരം വരെ പോവാണ്. അതായത് ഞാൻ ഹോസ്പിറ്റലിൽ തിരുവനന്തപുരമാണ് കാണിക്കുന്നത്. എൻ്റെ മുൻപത്തെ വീഡിയോയിൽ കാണുന്നവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ അന്ന് നമുക്ക് ഡേറ്റ് ഒന്ന് ചെറുതായിട്ട് മാറിപ്പോയായിരുന്നു. പക്ഷേ നമുക്ക് ഇന്നാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അതായത് ഡിസംബർ 24 ആയിരുന്നു. അപ്പോൾ നമ്മൾ 6:30 പോകണമെന്ന് വിചാരിച്ചെങ്കിലും നമ്മൾ എപ്പോഴത്തേ പോലും 9 മണിയായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ കൊട്ടിയത്ത് വന്ന് ഇറങ്ങി നിന്നു. അപ്പോഴത്തേക്ക് ഒരാളിങ്ങനെ ലോട്ടറിയും കൊണ്ട് വരുന്നായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നേരെ നമ്മൾ ബസ് കാത്തു നിന്നു. അങ്ങനെ ബസ്സും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സീറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്കാണെങ്കിൽ ദൂരെ പോകുമ്പോൾ ഇങ്ങനെ നിന്ന് പോകുന്നതൊന്നും ഇഷ്ടമല്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്. പക്ഷേ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അന്നേരം ഞാൻ കയറിയിരുന്ന് ഉറങ്ങാൻ തുടങ്ങിയതാണ്. പിന്നെ ഞാൻ കണ്ണുറക്കുന്നത് മെഡിക്കൽ കോളേജ് എത്തിയപ്പോഴാണ്. നമ്മളങ്ങനെ ഹോസ്പിറ്റലിൻ്റെ അകത്തൊക്കെ കയറി. ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ തൽക്കാലം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ കയറി. കാരണം നമ്മൾ രാവിലെ മുതലേ ഒന്നും കഴിച്ചില്ലായിരുന്നു. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ തമ്പാനൂർ ചെന്നിട്ടാണ് തിരിച്ച് കൊല്ലത്തോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ലോട്ടറിയും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. എന്നിട്ട് അതും എടുത്ത് ഇങ്ങനെ നിന്നു. ഇപ്പോൾ രാവിലെ ഭയങ്കര വെയിലും വൈകിട്ട് ഭയങ്കര തണുപ്പുമാണ് കുറച്ച് ദിവസം കൊണ്ട്. അപ്പോഴാണ് ഇവിടെ ഈ കരിക്ക് വെട്ടിക്കൊടുക്കുന്ന കണ്ടത്. അപ്പോൾ നമ്മളും വിചാരിച്ചു ഒരു കരിക്കും വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കാമെന്ന്. അങ്ങനെ നേരെ നമ്മൾ കരിക്കും കാര്യങ്ങളൊക്കെ വാങ്ങി. അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. എൻ്റെ മുഖം കാണുമ്പോഴത്തേക്ക് ചിലർക്കെങ്കിലും തോന്നാൻ ഞാൻ ദേഷ്യപ്പെട്ട് നിൽക്കുവാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ചിലപ്പം ചുമ്മാ സാധാ ചിരിച്ചുകൊണ്ട് നിന്നാലും ചിലർക്കെങ്കിലും തോന്നാം ഞാൻ ദേഷ്യപ്പെട്ട് അങ്ങനെ നിൽക്കുവാണെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. എന്നിട്ട് നേരെ നമ്മൾ തമ്പാനൂരോട്ടുള്ള ബസ്സിൽ കയറി. എൻ്റെ സ്ഥിരം പരിപാടി കയറുക, ബസ്സിലിരിക്കുക, ഉറങ്ങുക. എന്നിട്ട് നേരെ നമ്മൾ ബസ് സ്റ്റാൻഡ് എത്തിയപ്പോഴത്തേക്കാണ് പിന്നെ ഞാൻ കണ്ണു ഉറക്കുന്നത്. അങ്ങനെ നമ്മൾ കൊല്ലത്തേക്കുള്ള ബസ്സിലും കാര്യങ്ങളൊക്കെ കയറി. അപ്പോൾ നമ്മൾ ഇന്നലെ ലേസ് വാങ്ങിച്ച് വെച്ചായിരുന്നു. അങ്ങനെ അതും കഴിച്ചാണ്. പക്ഷേ ഈ ഒരു യാത്ര ഭയങ്കര വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.